ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്ത അനുശ്രീയുടെ ഒരു താണ്ഡവമാണ് അലോകിന്റെ മേല്. അലോക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അനുശ്രീ ചെയ്യുന്നത്. കാരണം ആകപ്പാടെ സമനിലേറ്റി തകർന്ന മട്ടില് അനുശ്രീ രാത്രിയില് ഇരിക്കണ. അനുശ്രീയുടെ മനസ്സ് മുഴുവനും ഗോമതിയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അമ്മേന്ന് വിളിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ ഗോമതി വെള്ളമൊഴിച്ച ആ ഒരു ഓർമ്മകള് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അനുസരിക്കാണെങ്കിൽ ഉറങ്ങാൻ പോയിട്ട് ഒന്നും കണ്ണടയ്ക്കാൻ പോലും പറ്റിയില്ല. അതിന്റെ ടെൻഷനോട് കൂടിയിട്ടിരിക്കണ സമയത്താണ് അലോകിന്റെ ഒരു ചോദ്യം. നീ എന്താടി ഓർത്തോണ്ടിരിക്കണേ? നിനക്ക് ഉറക്കം വരുന്നില്ല എന്നൊരു ചോദ്യം. അത് കേട്ടപ്പോ അനുസരി ഇങ്ങനെ ട്യൂഷമായിട്ട് അവനെ നോക്കി. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഉറക്കം വരുന്നില്ലല്ലേ? എടി, ഇനി നിനക്ക് ഉറക്കമില്ലാത്ത ദിവസമാണ് വരാൻ പോന്നെ. നീ സ്വന്തമായിട്ട് കഴുത്തി കെട്ടിയ കുരുക്കല്ലേ അത്. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി? ഇനി ദേവമംഗലംകാരൻ നാണം കെടാൻ പോകുന്നുള്ളൂ, ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനുശ്രീ പറഞ്ഞു, അലോകെ, നിനക്ക് ഉറക്കം വരുന്നുണ്ട്, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ദേ, എന്റെ വെറുതെ മേക്കിട്ട് കയറാൻ വരില്ലേ? എനിക്ക് അല്ലേ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എടി, നിനക്ക് ഭ്രാന്ത് പിടിക്കാൻ പോകുന്നുള്ളൂ. നീ കൃഷ്ണമംഗലത്തേക്ക് എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി നിന്റെ ഭ്രാന്ത്. ഇനിയിപ്പൊ നിനക്ക് മാത്രമല്ല, ദേവമംഗലത്തുള്ള എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. ആ വീട്ടിലുള്ള എല്ലാരും നെട്ടോട്ട് ഓടുന്ന കാഴ്ച ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാടി ഒരുമ്പെട്ടോള നീ ഇങ്ങോട്ടേക്ക് കാല് കുത്തിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അനുസരിച്ച് ചാടി ഇങ്ങ് എഴുന്നേറ്റു. എന്താടാ നീ പറഞ്ഞേന്ന് ചോദിച്ചോണ്ട് ചാടി കഴിഞ്ഞിട്ട് അവന്റെ കാരണം പൊത്തി ഒറ്റ എണ്ണം കിട്ടി ഇട്ട് കൊടുക്കണം. അലോക് ഇരിക്കുമായിരുന്നു കട്ടിലേല്. അലോക് പെട്ടെന്ന് ആ സൈഡിലേക്ക് വീണുപോയി. അപ്രതീക്ഷിതമായ ഒരു അടിയായിരുന്നു. അലോക് അങ്ങനെ ഒരു അറ്റാക്ക് ആ സമയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അനുശ്രീ അല്ലേ, വല്ല ദാക്ഷിണ്യം ഉണ്ടോ ചെയ്യുന്നതിന്? പിന്നീട് അനുശ്രീ എന്ത് ചെയ്തു, കഴുത്തെ കിടക്കുന്ന താലി അങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചു. ആ ചരട് അങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചു. അവന്റെ കഴുത്തേലേക്ക് അങ്ങോട്ട് കുരുക്കിട്ട് അങ്ങോട്ട് മുറുക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, നീ എന്താടാ പറഞ്ഞത്? ഒന്നുകൂടെ പറയടാ. ശരിക്കും തെണ്ടിത്തിരിയാൻ പോകുന്ന ആരാന്നറിയോ? കൃഷ്ണമംഗലത്തുള്ളവരാ. നീയും നിന്റെ അച്ഛനും ഒക്കെ. ഇനി മേലാൽ എന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ, ഇത് ഞാൻ അങ്ങോട്ട് ഒരു മുറുക്കങ്ങോട്ട് മുറുക്കും. എടാ, എനിക്ക് മരിക്കാൻ പേടിയില്ലടാ, അതുകൊണ്ട് എനിക്ക് കൊല്ലാനും പേടിയില്ല. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്നെ കൊന്നിട്ടേ ഞാൻ മരിക്കുള്ളൂ. ഈ അനുശ്രീയെ കുറിച്ച് ശരിക്കും നിനക്കറിയില്ല. നീ സാധാരണ കാണുന്ന പെണ്ണുങ്ങളെ പോലെ ഞാൻ ഓർത്തോ? നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. അത് നിന്നിൽ എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരുന്നു. ആ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം നീ ആരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് കയറി വന്ന് നീ വിചാരിച്ചോ? ഒരിക്കലും അല്ലടാ. നിന്നെ തീർത്തിട്ടോ ഞാൻ പ്രതികാരം ചെയ്തിട്ടോ ഇവിടുന്ന് പോകത്തുള്ളടാ. അതിനുവേണ്ടി മാത്രം വന്ന നീയല്ല, നിന്റെ അച്ഛൻ ശ്രമിച്ചാലും എന്നെ തോൽപ്പിക്കാൻ നിനക്ക് സാധിക്കില്ലടാ. ദേവമംഗലംകാരെ മനസ്സിലായോടാന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ചീത്തവാക്കോട് പറഞ്ഞിട്ട് അനുശ്രീ ആ കുരുക്കങ്ങോട് അഴിച്ചു. പിന്നീട് ആ താരിച്ചാട് കഴുത്തേലേക്ക് സ്വയം കൂടെ കെട്ടുവേണം. അലോക് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അലോക് ഒരു അന്താളിപ്പോടു കൂടി അനുവിനെ ഇങ്ങനെ നോക്കുകയാണ്. ഇത്രയ്ക്ക് ഇതാവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. അപ്പോഴേക്കും അനുസരിച്ചു, എന്താടാ ഇനിയും നിനക്ക് വേണോന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ചുരുണ്ടു കൂടുവാണ്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടും. മാത്രമല്ല ഒരു കത്തിയും കൂടെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇവള്. ഇനി അത് തന്റെ പള്ളയ്ക്ക് വെക്കാനും മടിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിന് ആ മുറി കിടന്ന് ഉറങ്ങാൻ തന്നെ പേടിയാ. ഇനി എങ്ങാനും ഉറങ്ങണ സമയത്ത് ഇവള് തന്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയാലോ എന്നൊരു പേടി. അനുസരി അത് പറയുകയും ചെയ്തായിരുന്നു. മര്യാദയാണ് മര്യാദ, അല്ലെങ്കിൽ നേരം വിളക്കുമ്പോൾ നീ കണ്ണ് തുറക്കില്ലാന്ന്. അങ്ങനെ ഭയത്തോടു കൂടിയിട്ടാണ് അലോക് കിടക്കുന്നത്. ഈ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനാ. എന്നാലും ആ 2000 രൂപ അതെവിടെ പോയിട്ടുണ്ടായിരിക്കും? ഒരു ഐഡിയയും കിട്ടുന്നില്ല. കണക്ക് തിരിച്ചും മറിച്ചും ഗുണിച്ചും ഒക്കെ നോക്കി. ഒടുവില് ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതി വന്നിട്ട് ചോദിച്ചു, മോളെ നിന്റെ കണക്കൂട്ടലും പരിപാടിയും കഴിഞ്ഞില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ലമ്മേ, ആ പൈസയുടെ കാര്യം. ഒരു പൈസയുടെ കാര്യം അത് നാളെയാണല്ലോ ശരിയാക്കാന്നേ. അതെവിടെ പോവാനാ? മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇങ്ങനെ ഉറക്കളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എനിക്ക് എന്തോ ഒരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി എഴുന്നേൽപ്പിച്ചു വിട്ടു. ശ്രീദേവി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവിയോട് ചോദിച്ചു, നീ കടയിലേക്ക് കയറിയപ്പോ തൊട്ട് അടിച്ചു മാറ്റം തുടങ്ങിയല്ലേന്ന് ചോദിച്ചു. അടിച്ചു മാറ്റാനോ? ഞാനാ? പിന്നല്ലാതെ. എടി, ഇന്ന് 2000 രൂപ, നാളെ 4000 രൂപ. പാവ അച്ഛൻ അറിയില്ലല്ലോ നിന്റെ കള്ളത്തരങ്ങളൊക്കെ. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, ദേ ആനന്ദേട്ട, വേറെ എന്ത് വെള്ളം പറഞ്ഞോ, ഞാൻ അടിച്ചു മാറ്റിയെന്ന് മാത്രം പറയരുത്. പിന്നെ നീ നിന്റെ വീട്ടുകാരും ഭയങ്കര പുണ്യാളത്തുകളും ആണല്ലോ. എടി, അടിച്ചു മാറ്റാത്തൊരു കുടുംബം ചതിയിലൂടെ വഞ്ചനയിലൂടെ കൂടിയല്ലേ നീ വീട്ടിലേക്ക് കയറി വന്നേ. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറയണോ? അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ,
ആനന്ദേട്ടൻ പറഞ്ഞത് ഇല്ലാത്ത കഥ പറയരുത്. ഞാൻ എന്തായാലും അത്ര ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ടൊക്കെ വന്നു, അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. എടി, അച്ഛനും അമ്മയ്ക്കും ഒക്കെ നിന്റെ സ്വഭാവം മനസ്സിലായി വരുന്നുള്ളൂ. അടുത്ത ദിവസം തൊട്ടാട്ടെ ഇനിയും പൈസ പോയിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ഈ വീട്ടിലെ പൊറുതിയെക്കുറിച്ച്. ഇനി മുതൽ നീ ആ കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ, ഇപ്പോഴത്തെ ഈ വീട്ടിലെ സാഹചര്യത്തെക്കുറിച്ച് അറിയാലോ. ബാലച്ചന് കടയിൽ സ്ട്രോങ് ആയിട്ടൊന്നും അല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരാളും കൂടെ കടയിലുള്ളതെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യേ, ആനന്ദേട്ടൻ കടയിലേക്ക് പോരെ, കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. അങ്ങനെയാണ് ഞാൻ പിന്നെ കടയിലേക്ക് പോകുന്നില്ല. ഓഹോ, അല്ലെങ്കിൽ ഇപ്പം നീ പോകൂല്ലേന്ന് ചോദിച്ചു. ആനന്ദേട്ടാ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ കുടുംബത്തെ അത്ര സ്നേഹിക്കുന്നുണ്ട്. ഈ കുടുംബത്തിലൊരു തകർച്ച ഉണ്ടാകുമ്പോൾ ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കണ്ടേ. പിന്നെ തകർച്ച ഉണ്ടാകുമ്പോൾ നയിക്കാൻ വേണ്ടി വന്നവളാ നീയല്ലേ. എടി, ഈ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വലതുകാലം വെച്ച് കയറി വന്നത്. നിന്നെ ചങ്ക് പറിച്ച് സ്നേഹിച്ചാ നീ. എന്നിട്ട് നീ നിന്റെ വീട്ടുകാരും കൂടെ എന്നോട് എന്ത് ചതിയാ ചെയ്തേ. എൻ്റെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കി കളഞ്ഞു. ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പത്തിന് ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു വന്നു കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം. കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് ആ കുഞ്ഞ് തന്നെ നഷ്ടപ്പെട്ടത്. ശ്രീദേവി പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. എന്നാലും ശ്രീദേവിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു ആ 2000 രൂപയുടെ കാര്യം. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ശ്രീദേവി കടയിലേക്ക് ചെന്നു. അങ്ങനെ കടയിലേക്ക് ചെന്ന് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു വന്നു. ഉദയഭാനു വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ബാലനും എല്ലാവരും കടയിലുണ്ടായിരുന്നു. ഉദയഭാനു സാറെ വായിരിക്കാനൊക്കെ പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, ഇല്ല ബാല, ഇതിലൂടെ പോയപ്പം ഞാൻ വെറുതെ ഒന്ന് കയറിയതാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് ഉദയഭാനുന്റെ നോട്ടവും മറ്റും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് ഒരു സംശയമായി. ഇനി 2000 രൂപ ഇന്നലെ പോയി, അച്ഛൻ എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നു. ചെറിയൊരു സംശയം ശ്രീദേവിയുടെ ഉള്ളിലുണ്ടായി. ഇനി അച്ഛനെങ്ങാനും ആയിരിക്കോ ആ പൈസ അടിച്ചു മാറ്റിയേ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ശ്രീദേവി ഉദയഭാനുവിനെ തന്നെ നോട്ടം ഇട്ട് വെച്ചു. ഒരു പക്ഷേ അച്ഛനാണെങ്കിൽ ഇന്നും അച്ഛനും ഇങ്ങനെ അടിച്ചു മാറ്റാൻ ശ്രമിക്കും, കൈയോടെ പിടികൂടണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അതുമാത്രമല്ല, അച്ഛനോട് കാര്യങ്ങൾ ചോദിക്കണം. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ശ്രീദേവി പതുക്കെ ഉദയഭാനുവിനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, സത്യം പറയണം. എന്ത്? ഇന്നലെ അച്ഛന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഡ്രോയ്ക്കകത്തുനിന്ന് പൈസ എടുത്തായിരുന്നു എന്ന് ചോദിച്ചു. പൈസയോ? ഞാനോ? നീ എന്തൊക്കെയാ മോളെ പറയണമെന്ന് ചോദിച്ചു. സത്യമേ പറയാവുള്ളൂ, ഒരു 2000 രൂപ കുറവുണ്ടായിരുന്നു. അച്ഛനല്ലാതെ പിന്നെ വേറെ ആരും അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോളെ, ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അച്ഛാ, എൻ്റെ അടുത്ത് കള്ളത്തരം പറയരുത്. അറിയാലോ, അച്ഛൻ ആ പൈസ എടുത്തിട്ട് തിരിച്ചു തരണം. എനിക്കാ നാണക്കേട്, എൻ്റെ ജീവിതം തകരുന്നേ. എൻ്റെ മോളെ, നീ ഇങ്ങനെയൊക്കെ പറയരുത്. ബാലൻ എങ്ങാനും കേട്ടിട്ടുണ്ട് എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്? എൻ്റെ പൊന്നെ, ഞാൻ ആ ആനന്ദ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നാ, അല്ലാതെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി വന്നൊന്നുമല്ല. നീ എന്നെ ഇങ്ങനെയാണോ കണ്ടേക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നൂരുണ്ട് മെഴുകുവാണ് ഉദയഭാനു അങ്ങോട്ട്. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അന്ന് എന്തായാലും ഉദയഭാനുവിൻ്റെ ഉദ്ദേശം നടന്നില്ല. ശ്രീദേവി ഇങ്ങനെ ചിന്തിച്ചു, എന്നാലും ഇത് എവിടെയായിരിക്കും ആ പൈസ പോയിട്ടുണ്ടായിരിക്കാന്ന്. ആ സമയത്ത് മിത്രയുടെ അടുത്തേക്ക് ആര്യം വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ 1-2 അടുത്ത് പലിശയ്ക്ക് പൈസ ചോദിച്ചിട്ടുണ്ട്, നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി പലിശ കൂടാല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അച്ഛന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, അത് പിന്നെ ആര്യ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒരു കാര്യം ചെയ്താലോ, നമ്മളൊരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ലോണിന് വെച്ച് നോക്കിയാലോ, അത് കിട്ടുവാണെങ്കിൽ അച്ഛന് കൊടുക്കാം. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, നല്ല കാര്യമൊക്കെ തന്നെയാ, പക്ഷേങ്കിൽ പെട്ടെന്ന് കിട്ടുമോ? 1 മാസമല്ല സമയം പറഞ്ഞേക്കുന്നേ, ഈ 1 മാസത്തിനുള്ളിൽ കിട്ടുമോയെന്ന് ചോദിച്ചു. അതറിയില്ല, കിട്ടിയാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അതിനേക്കാളും നല്ല പലിശയ്ക്ക് മേടിക്കുന്ന, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അടച്ചു തീർക്കാം. പിന്നെ ഇപ്പം പകലല്ലേ ഓട്ടം പോകുന്നത്, രാത്രിയിലും കൂടെ ഓട്ടം പോവുകയാണെങ്കിൽ അത് അടച്ചു തീർക്കാമെന്നൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അതെ, മീനാക്ഷി അടുത്ത് ലോണിന് ചോദിച്ചിട്ടുണ്ട്. PF-ന്ന് ലോൺ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ച് പൈസ അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആര്യം പറഞ്ഞു, ശരിയാ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ആ പൈസ കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.